പകുതിവില തട്ടിപ്പിൽ നജീബ് കാന്തപുരം എംഎൽഎയുടെ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെയും ആരോപണം. ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയിൽ തട്ടിപ്പ് നടത്തിയതെന്നും ഫൗണ്ടേഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എംഎൽഎ വ്യക്തമാക്കണമെന്നും പി സരിൻ ആവശ്യപ്പെട്ടു. ലാപ്ടോപ്പും തയ്യൽ മെഷീനുകളുമാണ് ട്രസ്റ്റ് വഴി വിതരണം ചെയ്തത്. എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇതുവരെയും വെളിവാക്കാൻ എംഎൽഎ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഫൗണ്ടേഷനാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് നാഷണൽ NGO കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പങ്ക് നേരിട്ട് ഈ തട്ടിപ്പിലുണ്ട് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പെരിന്തൽമണ്ണയിൽ മുദ്ര എന്താണ് ചെയ്യുന്നതെന്ന് അവിടെ വന്ന് അന്വേഷിക്കാമെന്നും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നും നജീബ് കാന്തപുരം പ്രതികരിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ CSRൻ്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പെന്ന് പറയുന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും DGPക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത്. ഞങ്ങളൊരു മുദ്ര എന്ന് പറയുന്ന സംഘടന പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും, നിങ്ങൾ മീഡിയ പ്രവർത്തകരാണല്ലോ, നിങ്ങൾ മീഡിയയുടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ വന്ന് അന്വേഷിക്കൂ. ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. വിവരങ്ങളുമായി അഷ്കർ അലി ഉണ്ട്. അഷ്കർ, ഇപ്പോൾ സരിൻ എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? നിലവിൽ അനന്തുവിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണോ ഇപ്പോൾ നജീബ് കാന്തപുരത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? നജീബ് കാന്തപുരം കൃത്യമായി സരിന് മറുപടി നൽകുന്നുണ്ടോ? സ്മൃതി, പി സരിൻ ഉന്നയിക്കുന്ന ആരോപണം ഈ പകുതി വില തട്ടിപ്പിൽ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത് നജീബ് കാന്തപുരം MLA ആണ് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ സരിൻ ഉന്നയിക്കുന്നത്. നജീബ് കാന്തപുരം MLA നേതൃത്വം നൽകുന്ന മുദ്ര ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ വിതരണം നടന്നതെന്നും പണം പിരിച്ചതെന്നും അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്തം MLAക്കാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ സരിൻ ഉന്നയിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ നജീബ് കാന്തപുരം തയ്യാറാക്കണമെന്ന് പി സരിൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് കൃത്യമായ മറുപടിയുമായി ഇപ്പോൾ നജീബ് കാന്തപുരം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നജീബ് കാന്തപുരം പറയുന്നത് താൻ ഇരയാണ് എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ NGO ഫൗണ്ടേഷനുകൾ ഒരുപാട് തട്ടിപ്പിനിരയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇരയാക്കപ്പെട്ട ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു NGO ആണ് MLA നേതൃത്വം നൽകുന്ന മുദ്ര ഫൗണ്ടേഷൻ എന്നാണ് നജീബ് കാന്തപുരം ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി ആളുകൾക്ക് ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളും ഈ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവസാനമായി പണം നൽകി. പക്ഷേ അതിനുശേഷം ഇത് കിട്ടാത്തൊരു സാഹചര്യം വന്നതോടെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സായി ഗ്രാമത്തിലെ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജനോപകാര പ്രവർത്തനം എന്നുള്ള രീതിയിൽ പിന്നീട് അതിൽ ഭാഗവാക്കാവുകയും ചെയ്തത്. പക്ഷേ അനന്തകൃഷ്ണനെ തനിക്ക് അറിയുകയില്ല എന്നും നജീബ് കാന്തപുരം പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗവാക്കായിട്ടുള്ള അറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ സംശയനിലയിലാണ് അഷ്കർ അലി. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നജീബ് കാന്തപുരം പറയുന്നത്, അല്ലേ? സ്മൃതി, തീർച്ചയായും നജീബ് കാന്തപുരം പറയുന്നത് ഈ പദ്ധതിയെ കുറിച്ച് തങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അനന്തകുമാറാണ്. അദ്ദേഹം അനൗദ്യോഗികമായി പറഞ്ഞൊരു കാര്യം അങ്ങനെ തന്നെയാണ്. സായി ഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവെന്ന നിലയിൽ അദ്ദേഹം അവിടെ എത്തിയാണ് തങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് തങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാക്കായത് എന്നാണ് നജീബ് കാന്തപുരം പറയുന്നത്. പെരിന്തൽമണ്ണയിലെ പല പ്രവർത്തികൾക്കും പദ്ധതികൾക്കും ഒക്കെ തന്നെ നേതൃത്വം നൽകുന്ന MLAയുടെ കീഴിലുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് ഈ മുദ്ര ഫൗണ്ടേഷൻ. അതിന്റെ കീഴിൽ തന്നെ ഈ പദ്ധതി കൂടി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ 300ഓളം ആളുകൾക്ക് ലാപ്ടോപ്പും 1000ഓളം ആളുകൾക്കൊക്കെ തയ്യൽ മെഷീനും നൽകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പിന്നീട് ഒരു ഘട്ടം മുതൽ ഇത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇത് തടസ്സപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പിന്നെ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. പിന്നീട് ആരിൽ നിന്നും പണം വാങ്ങി നൽകിയതുമില്ല. മാത്രമല്ല ഇതിൽ നിന്നും ഒരു രൂപ പോലും കമ്മീഷൻ കൈപ്പറ്റിയിട്ടില്ല എന്ന് നജീബ് കാന്തപുരം പറയുന്നുണ്ട്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.